ഫൈസൽ ഒന്ന് തുടരാമോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ചേരുന്നുണ്ട്. ഷംസാദ്, എത്ര പേരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കണക്കിലേക്കൊന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. കാണാതായവരുടെ വിവരങ്ങളും നമുക്ക് ലഭ്യമാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എല്ലാം കൊണ്ടും പ്രതികൂല അവസ്ഥയാണ്. ആളുകളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള സംവിധാനം പോലും നമുക്ക് ഒരുക്കാൻ കാലാവസ്ഥ കാരണം സാധിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? നമ്മള് ഇപ്പൊ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി മുണ്ടക്കൈയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ചെറിയ രീതിയിൽ NDRFന് അവിടെ പ്രവേശിക്കാൻ പറ്റി. NDRF അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ച് പോകുന്നുണ്ട്. നമുക്കവിടെ ഒരു താൽക്കാലിക പാലത്തിന്റെ പ്രവൃത്തി നടത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന് സൈന്യത്തിന്റെയും മറ്റ് വലിയ കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ആളുകളുടെയൊക്കെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചൂരൽമലയിലെ റെസ്ക്യൂ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ രീതിയിൽ ഒരു ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടായി എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ആളുകളൊക്കെ അവിടെ നമ്മൾ മാറ്റേണ്ടി വന്നു. രക്ഷാപ്രവർത്തകർക്ക് പോലും ഇനി ആ സ്ഥലത്ത് പോകുന്നതിനുള്ളൊരു പ്രതിസന്ധി നിലവിലിപ്പോൾ ഉണ്ട്. അവിടെ നമ്മൾ ഒന്നും കൂടി ഇനി എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ച് നമുക്ക് അങ്ങോട്ട് എത്താൻ വഴിയുടെ വലിയ പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ എത്തിയാലും അങ്ങനെ നമുക്ക് ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ എന്താണ് നിങ്ങളൊരു പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ നിലവിൽ മുണ്ടക്കൈയിലേക്ക് നമ്മൾ NDRF എത്തുകയും NDRFിന്റെ ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, സേഫായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്ക് ഫുഡും മെഡിസിനും എത്തിക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് എയ്ഡും ഫുഡും. അത് കഴിഞ്ഞ് അവരെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലത്തിന്റെ ഒരു താൽക്കാലികമായ ഒരു ചെറിയ പാലം സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ അവരെ റെസ്ക്യൂ നമുക്ക് നടക്കുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനം ഒരു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നാണ് നമ്മൾ റെസ്ക്യൂ ആളുകൾ ചെയ്ത് മാറ്റിയത്. പക്ഷെ അവിടെ നമ്മൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന് പറയുന്ന തരത്തിൽ പുഴയിൽ വളരെ പെട്ടെന്ന് വെള്ളം വർദ്ധിക്കുകയും ആളുകളെല്ലാവരും അവിടുന്ന് മാറ്റേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. കൺഫേം ചെയ്തിട്ടുണ്ടോ ഷംസാദ്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കുറച്ച് വെള്ളം പുഴയിൽ പെട്ടെന്ന് വെള്ളം പൊന്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് സാധാരണഗതിയിൽ മലയിൽ നിന്ന് വരുന്നതിന്റെ ഒരു പ്രഷറാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ആളുകൾ പെട്ടെന്ന് പാനിക്കാവുകയും എല്ലാവരും അവിടുന്ന് മാറ്റുകയും ചെയ്യാൻ പറ്റി. സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് എല്ലാവരും മാറ്റി. പക്ഷെ നമ്മൾ പേടിക്കാനുള്ള രീതിയിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നില്ലേ? ആശുപത്രികളിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലല്ലോ അല്ലെ ഈ ബ്ലഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്? ഇല്ല, നിലവിൽ നമുക്ക് ആശുപത്രികളിൽ കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ബ്ലഡ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പ് മേപ്പാടിയിലാണ്. അത് അവിടെയും ആ പഞ്ചായത്ത് തന്നെ നേരിട്ടത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആളുകളുടെ മൃതശരീരം നമ്മൾ 3 ബീംസിലും മേപ്പാടിയിലും വൈത്തിരി അങ്ങനെ നമുക്ക് അവൈലബിൾ ആയ സ്പേസിൽ നമുക്കത് ചെയ്ത് വയ്ക്കാനുള്ള രീതിയിൽ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ കാലാവസ്ഥ ഇപ്പോൾ വളരെ ഇങ്ങനെ മോശമായി വരുന്ന സാഹചര്യമാണ്. ഈ നേവി സംഘം എപ്പോഴായിരിക്കും എത്തുക? എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞു? ഇപ്പം ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് എക്യുപ്മെന്റ്സ് ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ വെച്ചുള്ള പരിപാടികളൊന്നും അവിടെ നടക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സൈന്യത്തിന്റെ ഒരു സഹായത്തിലും ചോപ്പർ ഇനി വരാൻ സാധ്യത കാണുന്നില്ല. കാരണം മഴ വർദ്ധിക്കുന്നുണ്ട്, കാറ്റും വരുന്നു. താൽക്കാലികം നമുക്ക് അപ്പുറം ഒരു വാഹനം കടക്കാനുള്ള രീതിയിൽ പാലം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് തന്നെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം കൂടുതൽ സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഇല്ല, നമ്മളിപ്പോ രാവിലെ റെസ്ക്യൂ ചെയ്ത് ചൂരൽമലയുടെ ടോപ്പിൽ നിന്നാണ് ഈ ഇപ്പോ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറഞ്ഞത്. അത് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല. കുറച്ച് വെള്ളം ഫോഴ്സ്ഫുള്ളി പുഴയിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയുള്ള ആളുകളെയൊക്കെ നമ്മൾ മാറ്റിയതാണ്. അവിടെ ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയതാണ്. മറ്റുള്ള ആളുകളെ രാവിലെ തന്നെ നമ്മൾ മാറ്റിയതാണ്. അവിടെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം സേഫായി മാറിയിട്ടുണ്ട്. ശരി ഷംസാദ്, നന്ദി ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്.